നിൽക്കുന്നവനെ അവൻ വെറും കൈയോടെ വിടുന്ന ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. എന്റെ കർത്താവിന്റെ വാഗ്ദത്തം ഇതാണ്, കൂടെ നിൽക്കാമെങ്കിൽ തലയാക്കിയിട്ടേ മാറത്തുള്ളൂ. 2020 മുതൽ 30 വരെയുള്ള ഈ ഡെക്കേഡ് ഇതുവരെ നീ കാണാത്ത, ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത കർത്താവിന്റെ കരത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിന് മേൽ നീ കാണാൻ പോകുന്ന സീസണാണ്. കേരളത്തിന്റെ ചർച്ച ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ആരാധകന്മാർ എഴുന്നേറ്റ് വരുന്നു. പ്രവചിക്കുന്ന ആരാധകന്മാർ കേരളത്തിന്റെ സ്പിരിച്വൽ മണ്ണിലേക്ക് എത്തുന്ന സീസണാണിത്. ബൈബിളിൽ നിന്ന് ഒരു ആളിനെ കൊണ്ടുവരികയാണ്. ആളിന്റെ പേര് ആസാഫ്. അവൻ വാലല്ല തലയാക്കുമെന്ന് ദൈവം തെളിയിച്ച ഒരു കുടുംബം. ഇദ്ദേഹത്തിന്റെ ഗോത്രത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ലേവ്യ ഗോത്രമാണ്. തുടക്കം നല്ല തുടക്കമേ അല്ല എന്ന് വെച്ചാൽ ഇത് വാലായി പോയ കുടുംബമാണ്. ദൂത് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എവരെ നോക്കിക്കൊണ്ട് യാക്കോബ് പ്രവചിച്ചു വെക്കുന്നത്, എവരുടെ യോഗങ്ങളിൽ പോകരുത്, എവരുടെ കൗൺസിലിൽ ചേരരുത് എന്ന് വെച്ചാൽ പൊളിഞ്ഞു പോകുന്നവനെ കൊണ്ട് മാക്സിമം പറഞ്ഞുകൊണ്ടാണ് അപ്പൻ തുടങ്ങി വെക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ വേണ്ട സീസൺ മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് ഈ ആളിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. വാലെന്ന് പറഞ്ഞാൽ പോരാ, ഇതിനകത്ത് ആരെങ്കിലും പറയും ഞാൻ അങ്ങനെയാണ്, അതിനും താഴെ പോയ കുടുംബമാണ്. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കുടുംബം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റാതെ സ്റ്റക്കായെടുത്തു എന്ന് ഈ കുടുംബത്തിനുണ്ടായ ഒരു വലിയ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇതുപോലെ ബൈബിളിൽ പഴയ നിയമത്തിൽ ബ്രേക്ക് ത്രൂ നടന്ന വേറൊരു കുടുംബമില്ലെന്ന് തോന്നുന്നു. ദൈവം തലയാക്കുന്നവനാണ്. അവൻ്റെ കൂടെ നിൽക്കുന്ന കുടുംബങ്ങളെ, അവൻ്റെ കൂടെ നിൽക്കുന്നവനെ അവൻ വെറും കൈയോടെ വിടുന്ന ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 37-ാമത്തെ വാക്യം. ദാവീദ് ഇദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി കൊടുക്കുന്ന രംഗം. ഇങ്ങനെ പെട്ടകത്തിന്റെ മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും. 41-ാമത്തെ വാക്യം. അവരോട് കൂടെ ഹേമാൻ, യെദൂഥൂൻ മുതലായി പേര് വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. ദാവീദിന്റെ കൊയറിനകത്തെ ഒരു കൊയർ ബോയിയാണ് തൻ്റെ തുടക്കത്തിൽ ആസാഫ്. ഇദ്ദേഹത്തിന് ദാവീദ് കൊടുത്തൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ കൊയറുകാരും പാട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. പക്ഷെ ഇദ്ദേഹത്തിന് കൊടുത്ത ഡ്യൂട്ടി ഇതാണ്, നീ ആലയത്തിൽ നിത്യം ഒരു പാട്ട് പാടിക്കൊണ്ട് നിൽക്കണം. അത് രാവിലെയും വൈകിട്ടും ഒക്കെ പാടിക്കൊണ്ട് നിൽക്കണം. ആ പാട്ടെന്ന് പറയുമ്പോൾ വലിയ ഗാനമൊന്നുമല്ല, ചെറിയ വരിയാണ്. വരി ഇങ്ങനാണ്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത്. ഇതാണ് പാട്ട്. ദാവീദിന് ദൈവം കൊടുത്ത ഈ പാട്ട് പാടിക്കാൻ ഒരു കൊയർ ബോയായി വിളിച്ചതാണ് ഈ നിൽക്കുന്ന ആസാഫിനെ. തൻ്റെ തുടക്കം ഒരു കൊയർ ബോയ് ആയിട്ടാണ് തുടക്കം. അക്ഷരാർത്ഥത്തിൽ ഈ കുടുംബം വാലയിൽ തുടങ്ങുകയാണ്. ഇതിൻ്റെ ചരിത്രം സ്റ്റാർട്ടാകുന്നത് തന്നെ 100 കണക്കിന് ആളുകളിൽ ഒരാളായിട്ടാണ് തുടക്കം. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം ഇതാണ്, കൂടെ നിൽക്കാമെങ്കിൽ തലയാക്കിയിട്ടേ മാറത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ശുശ്രൂഷകന്മാർ അവരുടെ ശുശ്രൂഷകരോട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരോട് ഹോളിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ വീട്ടിൽ പോകാതെ ഈ പാട്ട് പാടിക്കൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ പാടുമോയെന്ന് കണ്ടറിയണം. നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ ആസാഫ് ഇതിനെ സ്വീകരിച്ചു. കാര്യം വേറെ വഴി ഇല്ലാത്തത് കൊണ്ടും വേറെ സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടും ഈ ദൂതിനെ അല്ലെങ്കിൽ ഈ ദാവീദിൻ്റെ ഈ ഓർഡറിനെ അതുപോലെ താൻ അനുസരിച്ചു. താൻ അവിടെ നിന്ന് പാട്ട് ആരംഭിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇത് കടുകുമണിയാണ്. ഈ കടുകുമണി ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമായിട്ട് മാറുമെന്ന്. സസ്യങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഇത്, വലിയ വൃക്ഷമാകും. പിന്നെ പറവജാതികൾ വന്ന് ഇതിനകത്ത് കൂടുകൂട്ടുമെന്ന്.
കർത്താവ് പറയുകയാണ്, ഞാൻ കർത്താവിനോട് വിചാരിച്ച്, കർത്താവെ നീ കടുകുമണി കാണാത്തോണ്ടാണോ ഇത് പറഞ്ഞത്, നിനക്കിതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തോണ്ടാണോ പറഞ്ഞ്? കടുകുമണി എങ്ങനെ വളർന്നാലും അങ്ങനെ വൃക്ഷമാകത്തില്ല. ലോകത്തിലെ പറവകൾ പോട്ട് ചെറിയ കിളി വന്നിരുന്നാൽ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ഇന്നുവരെ ഒരു കടുകുമണി ഒരു 6 അടി കൂടുതൽ വളർന്ന ചരിത്രമില്ല. ഒരു ഒറ്റ കൈ കൊണ്ട് പിഴുതെടുക്കാവുന്ന വിധത്തിലാണ് കടുകുമണിയുടെ സിസ്റ്റം. അതിൻ്റെ സസ്യത്തെ പറിച്ചെടുക്കാം, ആർക്ക് വേണേലും പിഴുതെടുക്കാം. എൻ്റെ ആത്മാവ് ഒന്നുകൂടെ നോക്കി വായിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ യേശു പറയുന്നത് അവിടെ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യത്തിന് പുറത്ത് കടുകുമണി 5 അടിയെ വളരത്തുള്ളൂ. അതേ കടുകുമണിയെ ദൈവരാജ്യത്തിൽ വിതച്ച മഹാവൃക്ഷമായിട്ട് നിൽക്കുമെന്ന്. ഇത് ഈ കടുകുമണി ഭൂമിയിലെ മണ്ണിൽ വളരുന്ന കടുകുമണിയല്ല, ഇത് ദൈവരാജ്യത്തിൽ വിതയ്ക്കപ്പെട്ട കടുകുമണിയാണ്. ഇത് വാലല്ല, അതുകൊണ്ട് തലയായിട്ടേ മാറത്തുള്ളൂ. സകല പറവജാതികളും വന്ന് കൂടുകൂട്ടുന്ന വിധത്തിൽ ഇത് വലുതായി മാറുമെന്ന്. അത് തന്നെയാണ് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ മേൽ സംഭവിച്ചത്. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ ചെറിയ കടുകുമണിയാണ്, പക്ഷേ ഇതിനെ ദൈവരാജ്യത്തിൽ വിതച്ചപ്പോൾ, ലോകത്തിൻ്റെ വ്യൂവിൽ ഇത് മുക്കുവന്മാരാണ്, ദൈവരാജ്യത്തിൽ വിതച്ചപ്പോൾ ഇത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന കാലഘട്ടം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി ഇവരുടെ മേൽ ഷിഫ്റ്റ് നടന്നു. ഇവരൊരു പട്ടണത്തിലേക്ക് വന്നപ്പോൾ കുറെ മീൻപിടുത്തക്കാർ വന്നെന്നല്ല പറഞ്ഞത്, ഭൂലോകത്തെ കീഴ്മേ മറിക്കുന്നവർ ഞങ്ങളുടെ പട്ടണത്തിലും വന്നെന്നാണ്. കാരണം ഇത് ദൈവരാജ്യത്തിൻ്റെ കടുകുമണിയാണ്, ഇത് ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണ്. ഇത് വാലിൽ നിന്ന് തലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഇടമാണിത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചില ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ ഈ രാത്രി, ഈ പുതുവർഷത്തിൻ്റെ, എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഈ തുടക്ക സമയത്ത് തന്നെ പ്രവചിച്ചു പറയാൻ പറയുന്നു. 2020 മുതൽ 30 വരെയുള്ള ഈ ഡെക്കേഡ് ഇതുവരെ നീ കാണാത്ത, ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത കർത്താവിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിന് മേൽ നീ കാണാൻ പോകുന്ന സീസണാണ്. ഹല്ലേലൂയ. നിന്നെ ദൈവം തലയാക്കുന്ന സീസണാണിത്. നിന്നെ ഓരോ ഏറിയായാലും വാലായി പോകാതെ തലയാക്കുന്ന സമയമാണ്. എൻ്റെ വചനം കേട്ടനുസരിച്ച നീ വാലല്ല തലയാകും. ആസാഫ് ദാവീദ് പറഞ്ഞ കാര്യത്തെ അതുപോലെ അനുസരിച്ചു. പെട്ടകത്തിൻ്റെ മുമ്പിൽ നിന്ന് ദിവസവും പാടുകയാണ്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 2 ദിനവൃത്താന്തം 5:12 പറയുന്നു, ഇവരൊരു പാട്ടുപാടി. ആരാ? ഈ കൊയർ ഒരു പാട്ടുപാടി. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിനും കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരിക്കുന്ന 120 പുരോഹിതന്മാരോട് കൂടെ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന്. പാട്ട് മാറ്റിയിട്ടില്ല, പാട്ട് അത് തന്നെയാണ്. ദാവീദ് പറഞ്ഞു കൊടുത്ത പാട്ട് തന്നെയാണ്. അവര് ശലോമോന്റെ ആലയത്തിന്റെ ഉദ്ഘാടന ദിവസം ഈ പാട്ട് പാടി. പാട്ടിന് ഒത്തിരി വരികളില്ല, പക്ഷെ ഇത് പാടിയപ്പോൾ 120 പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത പോലെ മഹത്വം ഇറങ്ങി വന്നെന്ന്. അവൻ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. ഒരു മേഘം ഇറങ്ങി വരുന്നു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞുകൊണ്ട് ഒരു കൊയർ ബോയായി തുടങ്ങിയെങ്കിലും തൻ്റെ ശുശ്രൂഷകളിൽ, തൻ്റെ പാട്ടിനകത്ത് അടുത്ത സീസണിലേക്ക് കയറിയപ്പോ പ്രത്യക്ഷമായ അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്തി തുടങ്ങി. ചിലർ കാണാൻ പോകുകയാണ്, ചില വർഷിപ്പ് ലീഡേഴ്സ് അത് കാണാൻ പോകുകയാണ്. പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നിൽക്കാൻ പോലും കഴിയാൻ പറ്റാത്ത പോലെ ദൈവമഹത്വം ഇറങ്ങി വന്നെന്ന്. ദൈവം തലയാക്കുന്ന സീസണിൽ നിന്റെ കഴിവുകൊണ്ടല്ല എന്ന് ദൈവം കൊണ്ടുപോവുകയാണെന്ന് തെളിയിക്കും. ചിലരത് ഈ 2020 കാണാൻ പോകുകയാണ്. വാലിൽ നിന്ന് अगर आप में से किसी को लीवर की बीमारी है
लीवर फैटी है, लीवर फाइब्रोसिस है, लीवर सिरोसिस है, लीवर में कैंसर है, लीवर में गांठ है। तो डेराबस्सी हॉस्पिटल में और मेरठ हॉस्पिटल में, जो सबसे बड़ा एशिया का हॉस्पिटल है मेरठ वाला, 1000 बेड का, यहां लीवर फाइब्रो स्कैन हर सोमवार को फ्री चेक होता है, कोई पैसा नहीं लगेगा आपका। लीवर फाइब्रो स्कैन सोमवार को मेरठ में और डेराबस्सी में फ्री चेक होगा। बहुत है, और मेरा लीवर फैट था, सब कुछ अभी नॉर्मल लगे। मुझे था लीवर में दिक्कत, लीवर अब ठीक है। लीवर का प्रॉब्लम था मेरे को, अभी सही हो गया है। स्ट्रेस, एंजाइटी और ओवर थिंकिंग जहां से पैदा होती है, वहीं से आप उसे हील भी कर सकते हो। आई एम टॉकिंग अबाउट योर ब्रेन। दोस्तों, अगर आपको नेगेटिव इमोशंस आ रहे हैं, उसका मतलब है कि आप अपने माइंड को कंट्रोल नहीं कर रहे, आपका माइंड आपको कंट्रोल कर रहा है, और इसी के कारण आपके रिलेशंस, करियर, यहां तक कि हेल्थ भी लगातार डैमेज होती जाती है। और अगर आपने इस पे ध्यान नहीं दिया, तो एक दिन ऐसा आएगा जहां पे अचानक से सब कुछ रुक जाएगा और ऐसा लगने लगेगा कि अब कुछ भी ठीक नहीं हो सकता। अगर दोस्तों आप भी इस सिचुएशन में हैं, तो घबराइए नहीं। एनएलपी के माध्यम से अपने इमोशनल पैटर्न को ठीक किया जा सकता है। इन केस यू डोंट नो मी, आई एम डॉक्टर योगेंद्र सिंह राठौड़, एनएलपी मेंटर, ऑथर ऑफ 10 बुक्स, वर्ल्ड रिकॉर्ड होल्डर, एंड आई हैव बीन फीचर्ड इन TEDx, जोश टॉक्स एंड टाइम्स 40 अंडर 40। पिछले 17 सालों में 5 मिलियन से ज्यादा लोग हमारे एनएलपी प्रोग्राम्स के जरिए ट्रांसफॉर्म हो चुके हैं। दोस्तों, इसीलिए मैं लेकर आया हूं आप लोगों के लिए मेरा सिग्नेचर प्रोग्राम हील योर माइंड टू हील योर लाइफ। दोस्तों, ये 2 दिन की इस एनएलपी वर्कशॉप में आप सीखेंगे कैसे अपने मेंटल ब्लॉक्स को दूर कर सकते हैं, पास्ट ट्रॉमास को हील कर सकते हैं, प्रोक्रेस्टिनेशन और इमोशनल इश्यूज को परमानेंटली रिजॉल्व कर सकते हैं। अगर आप अपनी जिंदगी को सच में ट्रांसफॉर्म करना चाहते हो, अपनी लाइफ का कंट्रोल वापस लेना चाहते हो और अपने हायर सेल्फ को अनलॉक करना चाहते हो, तो ये मौका सिर्फ आपके लिए है। तो दोस्तों, नीचे दिए गए लिंक पे रजिस्टर कीजिए और मैं आपसे मिलूंगा वर्कशॉप में। നിന്ന് ഒരു കൊയർ ബോയിയായി തുടങ്ങി ഇദ്ദേഹത്തിന്റെ യാത്ര. അടുത്തത് ആസാഫ് തലവൻ, രണ്ടാമൻ സക്കരിയാവ്. കേട്ടോണം, കൊയർ ബോയിയായി തുടങ്ങിയ ആളിപ്പോൾ വർഷിപ്പിന്റെ മെയിൻ ലീഡറായി നിൽക്കുന്നു. തുടക്കമാണ്. അയ്യോ, ഇത് പാട്ടി തീരുന്ന പരിപാടി അല്ലിത്. ഇതിനകത്ത് ആസാഫുമാരുണ്ടെങ്കിൽ അവർ കുടുംബത്തിന്റെ ചരിത്രത്തെ അടുത്ത ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരും, അടുത്ത വഴിത്തിരിവിലേക്ക് റൂട്ട് മാറ്റിവിടുന്ന ആസാഫുമാർ ഇതിനകത്തുണ്ടോ? ആസാഫിന്റെ തുടക്കം വലിയ നല്ല ഗുണമുള്ള തുടക്കമല്ല, പക്ഷേ അവർ കുടുംബത്തിന്റെ ഗതിയെ മൊത്തത്തിൽ മാറ്റിവിടുന്നവരാണ്. ഇവന്റെ പാട്ട് ദാവീദിന് മനസ്സിലായി കാര്യമായ പാട്ടാണെന്ന്. അതുകൊണ്ട് ഈ യഹോശാഫാത്തിന്റെ സമയത്ത് ജനത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ആരാധനയ്ക്ക് പവറുണ്ടെന്ന്. യഹോശാഫാത്തിന്റെ സമയത്ത് 3 രാജാക്കന്മാർ അതിശക്തമായ യുദ്ധത്തിന് വന്നപ്പോൾ ഇവർ തീരുമാനിച്ചു, പട്ടാളക്കാർ മുമ്പിൽ പോകണ്ട, ഈ പാട്ടുകാർ മുമ്പിലേക്ക് പോകട്ടെ. ഇവർ പാടിയാൽ യുദ്ധത്തിന് പട്ടാളക്കാർ ചെയ്യുന്ന പണി ഇവരുടെ പാട്ടിനകത്ത് ഇന്ത്യ അത് കാണാൻ പോവുകയാണ്. ഇന്നത്തെ ദൂത് ആസാഫുമാരുടെ മൈൻഡുള്ളവർക്കുള്ളതാണ്. നിങ്ങളുടെ സീസൺ ആരംഭിക്കുകയാണ്. വാലിൽ നിന്ന് തലയിലേക്ക് എത്തുന്ന സീസൺ ആരംഭിക്കുകയാണ്. ഇത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾ ആ പോയിന്റിൽ ഫിക്സ് ആകാൻ പോവുകയാണ്. അപ്പൻ്റെ തുടക്കം ശാപത്തോടാണ്. ഈ പിള്ളേരുടെ ജീവിതത്തിൽ ആൾ കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ഈ മകൻ വന്നിട്ട് തീരുമാനിച്ചു, ദാവീദ് എന്ന വർഷിപ്പറിൻ്റെ കൊയർ ബോയിയായി സ്റ്റാർട്ടാകുന്നു, പാട്ടുമായി തുടങ്ങുന്നു. ഒരു പാട്ടേ ഉള്ളൂ. ശരിക്കും അറിഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടിയാൽ മതി. ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെ 1000 പാട്ട് പാടുന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയിട്ട് ഒറ്റ വരി പാടിയാൽ മതി. അത് തലമുറകളെ തൊടുന്നതായിരിക്കും. ആസാഫിനെ കുറിച്ച് പറയുന്ന അടുത്ത രംഗം 2 ദിനവൃത്താന്തം 29:30. പിന്നെ ഹിസ്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവ്യരോടും ദാവീദിന്റെയും ആസാഫ് ദർശകന്റെയും. കേട്ടോണം, കുറെ പേരുടെ പേര് എഴുതിയിട്ട് പറയാം. ആസാഫിന്റെ പേര് വന്നപ്പോ സിയർ ദർശകനാണ്. ഇവൻ ചിലത് കാണുമെന്ന്. കൊയർ ബോയ് ആയിട്ടാ തുടങ്ങിയത്, പക്ഷെ ഇവൻ ചിലത് കാണുന്നവനാണ്.
വർഷിപ്പുമായിട്ടാ സ്റ്റാർട്ടായത്. 2020 പേരിനൊരു ചേഞ്ച്. ദർശകനായ ആസാഫ്. അടുത്ത ഷിഫ്റ്റ് സംഭവിച്ചപ്പോ ഈ വർഷിപ്പുകാരൻ ദർശകനായെന്ന്. ഇവ കണ്ടെന്ന് ചിലത്, ഇവ കണ്ടിട്ട് പാടുകയാണ്. ഇവൻ ചിലത് ദർശകന്റെ സിയർ. അതാ ഈ പ്രൊഫറ്റിക്കലും ദർശകൻ ഇത് രണ്ടും രണ്ടാണ്. ഇവൻ ആദ്യം കയറി സിയർ അനോയിന്റിങ് സ്വീകരിച്ചു. പാട്ടിനകത്തൂടെ എൻട്രി ചെയ്തിട്ട് ഇവൻ സിയർ അനോയിന്റ്, എല്ലാവരും പറഞ്ഞിട്ട് ദർശകൻ. ദാവീദ് പറഞ്ഞു കൊടുത്ത പാട്ടുകൊണ്ടാ തുടങ്ങിയത്, എവിടുന്നോ കോപ്പി ചെയ്തുകൊണ്ടാ തുടങ്ങിയത്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോ പുള്ളി കണ്ടിട്ട് പാടാൻ തുടങ്ങി, കണ്ടോണ്ട് പാടുകയാണ്. ആസാഫിന്റെ സങ്കീർത്തനം വീട്ടിൽ പോയി വായിക്കണം. 73 മുതൽ 83 വരെയുള്ള സങ്കീർത്തനം. അതിനകത്ത് ഇവൻ എന്തുവാ കണ്ടെന്ന് പറയുകയാണ്. യേശു ഭൂമി ശുശ്രൂഷിക്കുമ്പോൾ ഇന്നപ്പോ യേശുവിന്റെ പ്രസംഗത്തിന്റെ ശൈലി യെശയ്യാവല്ല പ്രവചിച്ചത്, ആസാഫ് പറയുകയാണ്. അവൻ ഉപമകളാൽ പ്രസ്താവിച്ചു തുടങ്ങും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുറകിൽ നിന്നുകൊണ്ട് പറയുന്നു, മശിഹ വരുമ്പോ അവന്റെ പ്രസംഗത്തിന്റെ ശൈലിയിൽ ഉപമകളായിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ യവൻ കണ്ടു. ദാവീദ് കൊടുത്ത ഒരു മുറിപ്പാട്ട് കൊണ്ടാണ് തുടക്കം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പക്ഷേ നിങ്ങളെ 12 സങ്കീർത്തനങ്ങളുണ്ട്. ഇതിനകത്ത് ചിലത് എഴുതാൻ പോകുന്ന വർഷമാണ്. നീ തുടങ്ങിയത് അവിടെ കേട്ടതും ഇവിടെ കേട്ടതും ഒക്കെ താറ്റായിരിക്കാം തുടങ്ങിയത്. അതിനകത്ത് ഒരു തെറ്റുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അടുത്തതിലേക്ക് ദൈവം നിന്നെ തലയാക്കാൻ പോകുകയാണ്. വർഷങ്ങൾക്കു പിന്നിൽ വരാൻ പോകുന്ന മശിഹയുടെ മെസ്സേജിന്റെ ശൈലി താൻ കണ്ടോണ്ട് ദർശിച്ചോണ്ട് പാടുകയാണ്. എന്റെ കൂടെ വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ഇത് അതുപോലെ സംഭവിക്കട്ടെ. നിന്റെ വാലല്ല തലയാക്കുന്ന ദൈവമാണെന്ന് അവൻ പ്രൂവ് ചെയ്യുന്ന സീസണാണിത്. ഇനി അടുത്തത് അവിടുന്നും വിട്ടില്ല. 1 ദിനവൃത്താന്തം 25:1-2 വാക്യങ്ങൾ. പിന്നെയും താൻ തലയാകുകയാണ്. ദാവീദും സേനാധിപന്മാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും. അടുത്തത് ദർശകനായി തുടങ്ങിയവൻ ഇപ്പോൾ അടുത്ത ലിസ്റ്റിലേക്ക് മാറിയിരിക്കുന്നു. പ്രവചിക്കുന്ന ആസാഫ്. വർഷിപ്പ് ലീഡർ ഇപ്പോൾ പ്രോഫറ്റ് ആയിരിക്കുന്നു. പാട്ടുപാടിയവൻ ഇപ്പോൾ പ്രവാചകനായി മാറി. കേരളത്തിന്റെ ചർച്ച ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ വർഷിപ്പിനുമായി ബന്ധപ്പെട്ട ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നു. ആരാധകന്മാർ എഴുന്നേറ്റ് വരുന്നു. പ്രവചിക്കുന്ന ആരാധകന്മാർ കേരളത്തിന്റെ സ്പിരിച്വൽ മണ്ണിലേക്ക് എത്തുന്ന സീസണാണിത്. ഈ ഡെക്കേഡിൽ ഞാനൊരു പ്രവാചകൻ എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയാണ്. ഈ 10 വർഷങ്ങളിൽ ഭാരതത്തിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ചിലർ പ്രവാചകന്മാരുടെ സീറ്റിലേക്ക് പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോകുന്ന സീസണാണിത്. നിന്റെ തുടക്കം ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ടാ തുടങ്ങിയത്. പക്ഷെ എന്റെ കർത്താവ് നിന്നെ എടുത്തു പേര് പറയുന്ന പരുവത്തിന് ആദ്യത്തേതിൽ കുറെ പേരുടെ കൂട്ടത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ പറയാൻ തുടങ്ങിയപ്പോൾ ദാവീദും ആസാഫും റേഞ്ച് കണ്ടോ? ദാവീദ് എവിടെ നിൽക്കുന്നു, ആസാഫ് എവിടെ? ഇവർ രണ്ടും ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് പോകുന്നവരായിട്ട് ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. ആസാഫിന്റെ പ്രവചനം എന്നൊക്കെ പറഞ്ഞ ഇനി വരാൻ പോകുന്ന 10 രാജ്യങ്ങളുടെ ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ ഇസ്രായേൽ എടുക്കാൻ പോകുന്ന സങ്കീർത്തനം 83 സങ്കീർത്തനം അവർ പ്രഖ്യാപിച്ചുകൊണ്ട് യെരൂശലേമിൽ ജയക്കൊടി വീശാൻ പോകുന്നുവെന്ന്. ഇതുവരെ നടന്നിട്ടില്ല. നടക്കാൻ പോകുന്നത് 3000 വർഷങ്ങൾക്ക് പിന്നിൽ നടക്കാൻ പോകുന്നത് പുറകിൽ നിന്നുകൊണ്ട് പ്രവചിക്കുകയാണ്. 83 സങ്കീർത്തനത്തിലൂടെ താൻ പ്രവചിക്കുകയാണ്. ശത്രുക്കളെ അവൻ കീഴടക്കി ജയത്തിന്റെ കൊടിയവൻ നാട്ടാൻ പോകുന്നു. പ്രൊഫറ്റിക്കൽ സങ്കീർത്തനം പുറത്തു വരികയാണ്. ഇത് കടുകുമണിയാണ്, വലിയ വൃക്ഷമായിട്ട് മാറത്തുള്ളൂ. ഇതിനകത്തിരിക്കുന്ന നിന്റെ കുടുംബം ആളുകളുടെ കണ്ണിൽ ചെറിയ കടുകുമണിയാണ്. പക്ഷെ നിൽക്കുന്നത് ആലയവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ഇത് വലിയ വൃക്ഷമായി മാറും.
നെഹമ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. വളരെ വ്യത്യസ്തമായ ഒരു വംശാവലി എഴുതിയിരിക്കുകയാണ്. ദൈവാലയത്തിലെ വേലയ്ക്ക് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ലേവിയരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മത്തന്യാവിന്റെ മകനായ ഹശബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ ഉസ്സിയായിരുന്നു. എന്ന് വെച്ചാൽ 6 തലമുറയുടെ പേര് ഈ പുസ്തകത്തിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പൻ കൊയർബോയ് ആയി തുടങ്ങിയതാണ്. പുസ്തകത്തിൽ തലമുറകൾ ഒന്നിനെ പോലും മിസ്സാക്കാതെ 6-ാം തലമുറ വരെ. നീ തലയാകുന്നത് 2 മാസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ജനിക്കുന്നതിനെ വരെ, ജനിക്കാൻ പോകുന്നതിനെ വരെ ഇത് തൊടും. ഹല്ലേലൂയ. ഇതിനകത്ത് ചിലർ തലമുറകളെ തൊടുന്ന അങ്ങനത്തെ ഒരു സീസൺ ചിലർ കാണാൻ പോകുന്നു. ഈ എസ്രായുടെ പുസ്തകം 2-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സംഗീതക്കാർ ആസാഫ്യർ 128. കേട്ടോണം, പ്രവാസത്തിലേക്കാണ് പോയത്. നല്ല സുഖമുള്ള ഏർപ്പാടിലേക്കല്ല പോയത്. പക്ഷെ തിരിച്ചു വരവ് നടത്തിയപ്പോൾ ഈ കുടുംബത്തിനകത്ത് ഒരെണ്ണം പോലും മിസ്സായിട്ടില്ല. എണ്ണം സഹിതം പറഞ്ഞ് തിരിച്ചെടുക്കുന്ന പരുവത്തിന് തൻ്റെ തലമുറ നിൽക്കുകയാണ്. ഇതിനകത്ത് ചില കുടുംബങ്ങളുടെ മേൽ ഇത് സംഭവിക്കുന്നു. അപ്പൻ്റെ ആരാധന നിമിത്തം അടുത്ത തലമുറകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ പോകുന്നു. നിന്റെ ആരാധന അടുത്ത തലമുറയുടെ മേൽ ബൈബിൾ പറയുന്നു, 4-ാമത്തെ തലമുറയും നീ കാണുമെന്ന്. അടുത്ത തലമുറകളുടെ മേൽ അത് സംരക്ഷണമായി വെളിപ്പെടാൻ പോകുന്നു. ഒന്ന് പറഞ്ഞിട്ട്, ഞാൻ വാലല്ല തലയാകാൻ പോകുന്നു. താലായിരുന്ന ആസാഫിനെ തലയാക്കിയ ചരിത്രമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരാളായി തുടങ്ങി തന്നെ മാത്രമല്ല, തൻ്റെ തലമുറകളെ ദൈവം സംരക്ഷിച്ചു പിടിക്കുന്നു. തൻ്റെ 6 തലമുറകളെ കുറിച്ച് ബൈബിൾ പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനകത്ത് ചില തലമുറകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു ഷമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഷമ്മ, അദ്ദേഹത്തെ ബൈബിൾ പറയുന്നത് പ്രവാചകൻ എന്നാണ്. ഏതാ? ആസാഫിന്റെ കൊച്ചുമകനാണ്. അപ്പം പാടിയപ്പോ കൊച്ചുമകൻ പ്രവചിച്ചത്. ഇതല്ലേ യഥാർത്ഥ ക്രിസ്തീയ കുടുംബം. ഇത് അപ്പൻ ഒരു വഴിക്ക്, മക്കൾ വേറെ വഴിക്കല്ല. കുടുംബം മുഴുവൻ നിരന്ന് നിന്ന് മിനിസ്ട്രിക്ക് നിൽക്കുന്നു, നിരക്കുന്നു. അവർ എവിടെ തൊട്ടാലും പ്രവചനം വരും, എവിടെ തൊട്ടാലും പ്രൊഫറ്റിക്കൽ വർഷിപ്പ് വരും. കാര്യം ദൈവം തലയാക്കിയാൽ ഇങ്ങനാക്കും. ആസാഫിന്റെ ആരാധന ദൈവത്തിന് മറക്കാൻ പറ്റാത്ത രീതിയിലായി. മറക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ ദൈവത്തിന് ഈ സ്വർഗത്തിൽ നിന്ന് വീണ്ടും ചിലത് അവൻ്റെ ദാസന്മാരോട് ഓർപ്പിക്കുകയാണ്. ആസാഫിന്റെ സീസൺ ദൈവത്തിന് മറക്കാൻ പറ്റുന്നില്ല. കേട്ടോണോ, പണ്ട് ആസാഫിന്റെയും ദാവീദിന്റെയും കാലത്ത് അവരുടെ ഒരു കാലം സ്വർഗത്തിൽ ഫേമസ് ആയി കിടക്കുകയാണ്. പലരും ഒന്ന് പാടിയതാണ്, പക്ഷെ ആസാഫിന്റെ പാട്ട് അവന്റെ പേരിലാണ് ആ കാലം അറിയുന്നത്. കോട്ടയത്ത് ഒത്തിരി പേർ ജനിച്ച് ജീവിച്ചു. ഈ നൂറ്റാണ്ടിൽ ചിലരുടെ പേരിൽ ഈ കാലഘട്ടത്തെ ഒരു തലമുറ നിന്നോണ്ട് പറയും. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമല്ലോ, കേരളത്തിൽ പ്രൊഫറ്റിക്കൽ എന്ന് പറയുമ്പോൾ വാര്യാമ്പൂരം യോനാച്ചന്റെ കാലം. मेरे बाल पहले ऐसे थे और अब फाइनली हो गए हैं ऐसे, क्योंकि मैंने चंपी पे भरोसा करना छोड़ दिया. പ്രൊഫറ്റിക്കൽ എന്ന് പറയുമ്പോൾ വാര്യാമ്പൂരം യോനാച്ചന്റെ കാലം. ഒത്തിരി പേർ ആ കാലഘട്ടത്തിൽ പ്രവചിച്ചവരുണ്ട്. അദ്ദേഹം മാത്രമല്ല പ്രവചിച്ചത്, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രവചനമേ ഉള്ളായിരുന്നല്ല അതിനർത്ഥം. ഒത്തിരി പേര് പ്രവചിച്ചതാണ്. പക്ഷേ അതെന്തോ ഒരു കാലഘട്ടത്തിനായിട്ട് നിർത്തിയ പോലെ തോന്നുന്നു. ഇതുപോലെ ബൈബിളിൽ ഇങ്ങനത്തെ കാലമുണ്ട്. ഏലിയാവിന്റെ കാലം, ഏലിശയുടെ കാലം. ഇവിടെ പറയുകയാണ് ഈ കൊയർബോയുടെ കാലം. പണ്ട് ദൈവത്തിന് മറക്കാൻ പറ്റാത്തൊരു സീസണായി ഈ കാലം കയറി നിൽക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിന്നെ ദൈവം വാലല്ല തലയാക്കും.
അങ്ങനെ തലയാക്കുമ്പോ ജീസസ് നിന്റെ കാലത്തെ മറക്കാൻ പറ്റാത്ത, നീ ജീവിച്ച 80 വർഷത്തെ ഭാരതത്തിന്റെ ക്രൈസ്തവ ചരിത്രത്തിൽ വെട്ടിക്കളയാൻ പറ്റാത്തതും മായ്ച്ചു കളയാൻ പറ്റാത്തതുമായ ഒരു സീസണാക്കി ദൈവം നിന്നെ ആ കാലത്തിന്റെ ഒരു അടയാളമാക്കും. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ഞാൻ പ്രവചിക്കുകയാണ്. നിന്നെ ആ കുടുംബത്തിന്റെ ഒരു അടയാളമാക്കും. ആ തലമുറയുടെ ഒരു അടയാളമാക്കി നിന്നെ മാറ്റും. ആരാധനയെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിന് ഈ പേര് പറയാതെ, ദാവീദ് ട്രെൻഡ് സെറ്ററാണ്, വലിയ ആളാണ്, ആ കൂട്ടത്തിൽ തന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിൽ ഈ കൊയർ പോയി കയറി നിൽക്കുകയാണ്. അത് അവൻ മാത്രമല്ല, അവന്റെ തലമുറകൾ നിരന്ന് നിൽക്കുകയാണ്. എൻ്റെ കൂടെ ഇത് വിശ്വസിക്കുന്നവർ, വാലെ മാത്രം ജീവിച്ചൊരു കുടുംബത്തിന്റെ സ്റ്റീറിംഗ് സീറ്റിലേക്ക് ആസാഫ് കയറിയിരുന്ന് അവിടെ നിന്ന് ഇതിന്റെ സ്റ്റീറിങ്ങിനെ തിരിച്ച് ഹെഡിലേക്ക് വിടുകയാണ്. അങ്ങനെ വിട്ടപ്പോൾ ആസാഫ് മാത്രമല്ല പോയത്, പിന്നെ ജനിക്കുന്ന തലമുറകളൂടെ വേറൊരു ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയും, നിങ്ങളുടെ കാലമെന്ന് ദൈവം പറയേണ്ടി വരും. യോഹന്നാന്റെ കാലമെന്ന് പറഞ്ഞതുപോലെ, സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ കാലമെന്ന് പറഞ്ഞതുപോലെ, ഈ സീസണിൽ നിന്റെ പേര് പറഞ്ഞ കാലത്തെ സ്വർഗത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നിന്നെ അതുപോലെ ദൈവം അടയാളമാക്കാൻ പോകുന്നു. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ട്. ആസാഫെ കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ ചെകിടനായിട്ടില്ല. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. യെശയ്യാവ് പറയുകയാണ്, ഈ ചെവി, ഈ കൈയുടെ പ്രത്യേകത പ്രവർത്തിക്കുന്ന കൈയാണ്. ബൈബിൾ ചോദിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ഞാൻ ഉയർത്തും, ആർക്ക് താഴ്ത്താൻ പറ്റും? ഈ കൈ ആരെങ്കിലും ഉയർത്താൻ പദ്ധതിയിട്ടാം. രാജ്യങ്ങൾക്ക് പറ്റത്തില്ല, മീഡിയയ്ക്ക് പറ്റത്തില്ല, എഴുത്തുകാർക്ക് പറ്റത്തില്ല, അപവാദികൾക്ക് പറ്റത്തില്ല. ഈ കൈ ആരെങ്കിലും പൊക്കാൻ പ്ലാൻ ചെയ്താൽ താക്കാൻ പറ്റത്തില്ല. ഈ കൈ പ്രവർത്തിക്കുന്ന കൈയാണ്. ഈ രണ്ട് സംഭവം തമ്മിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അർത്ഥം, ഈ ചെവിയിൽ എന്തേലും കേട്ടാൽ ഈ കൈ പ്രവർത്തിക്കും. ഈ ചെവിയും ഈ കൈയും തമ്മിൽ ബന്ധമുണ്ട്. ഈ കൈയെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ ചെവിയിൽ എന്തേലും പോകണം. ഈ ചെവിയിൽ എന്തേലും പോയാൽ ഈ കൈ വരുന്നത് കാണും. എൻ്റെ നാവും ഈ കൈയും തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ നാവിൽ ഞാൻ ചിലത് പ്രഖ്യാപിച്ചാൽ അത് ഈ ചെവിയിലെത്തും. ആ ചെവിയിലെത്തിയാൽ ഈ കൈ പ്രവർത്തിക്കുന്ന കാണും. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞങ്ങൾ പ്രവചിച്ചു പറയുകയാണ്. ഈ ഹോളിൽ ഇരുന്നുകൊണ്ട് ആ ചെവിയിൽ ചിലത് പറഞ്ഞാൽ ആ കൈ നിന്നെ വാലിൽ നിന്ന് തലയാക്കുന്ന സീസണാണിത്. ആസാഫുമാരുടെ ശബ്ദത്തിന് മുമ്പിൽ ഈ കൈ പ്രവർത്തിക്കുന്ന കാണാൻ പോകുന്നു. വലിയ ഗാനമായിട്ടല്ല തുടങ്ങിയത്, ആ ദാവീദിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഈ കൈയെ നീ ചലിപ്പിക്കുകയാണ്. നീ പാടുന്നത് ദാവീദല്ല കേൾക്കുന്നത്, നീ പാടുന്നത് വേറൊരു ചെവിയിലാണ് പോകുന്നത്. ആ ചെവിയിൽ എന്തേലും പോയിട്ടുണ്ടെങ്കിൽ, നൂറ്റാണ്ടുകളായി ഈ ചെവിയിൽ എന്തേലും പോയിട്ടുണ്ടെങ്കിൽ, ആ ചെവിയിൽ പോയെങ്കിൽ ഈ കൈ പ്രവർത്തിക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ കാണുന്നു ഇതിനകത്തിരിക്കുന്ന ചിലർ ഈ ജനുവരി മാസത്തിൽ തന്നെ ചില അടയാളത്തോടുകൂടെ
ആ കൈയുടെ പ്രവൃത്തി കാണാൻ പോകുന്നു. ജനുവരി മാസം തീരുന്നതിനകത്ത് ദൈവത്താൽ ചില അടയാളത്തോടുകൂടെ കാണാൻ പോകുന്നു. പ്രോഫറ്റ് അതിന്റെ 58-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. കാഹളം നാദം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക. ഉറക്കെ വിളിക്കുക, കാഹളനാദം പോലെ വിളിക്കുക. ഇത് അബദ്ധമായി ഈ സ്ഥലത്ത് നിൽക്കത്തില്ല. വേറൊരു കൈയെ ചലിപ്പിക്കുന്നതാണ്. ഇനി വാലിന്റെ സീസൺ അല്ല, തലയുടെ സീസണാണ്. ആവർത്തനം 28:13. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. കേട്ടോണം, ഇത്രയും എഴുതിയാൽ മതി. ആശയം വ്യക്തമാണ്. നീ വാലല്ല തലയാകും, നീ ഉയർച്ച തന്നെ. ആശയം വ്യക്തമല്ലേ? എന്നാൽ ഞാൻ പറയുന്നത് മലയാളിക്ക് വേണ്ടി ഒരു കാര്യം കൂടെ അഡീഷണൽ എഴുതി വായിച്ചാട്ടോ. താഴ്ച പ്രാപിക്കുകയില്ല. താഴ്ച പ്രാപിക്കുകയില്ല. ഞാനൊരു ആസാഫിന്റെ റോളിൽ നിൽക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇത് എന്നെ കൊണ്ട് തീരുന്നതല്ലായിരിക്കണം. ഇത് അടുത്ത തലമുറകളെ തുടരണം. ജനിച്ചതിനെയും ജനിക്കാൻ പോകുന്നതിനെയൊക്കെ കർത്താവ് എവിടെങ്കിലും ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ പോലും പേര് വിട്ടുപോകാതെ പറയണം. 6-ാം തലമുറയിലെ ഒരുത്തൻ്റെ പേര് പറയേണ്ട അവസരം വന്നപ്പോൾ പുറകെ വന്ന 5 എണ്ണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പേര് പറയാൻ പറ്റുന്ന പരുവത്തിന് നിൽക്കുകയാണ്. ഇങ്ങനത്തെ ക്രിസ്ത്യൻ ലൈഫ് എത്ര പേർ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു? അങ്ങനത്തെ ജീവിതത്തിലേക്ക് ചിലരെ കർത്താവ് എടുത്തോണ്ട് വിശ്വസിക്കുന്നത് പ്രഖ്യാപിക്കും.